ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സീറ്റ് ധാരണയായി. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസ് എ സഖ്യം മത്സരിക്കും. പഞ്ചാബിൽ സഖ്യമില്ലാതെ ഇരു പാർട്ടികളും പരസ്പരം മത്സരിക്കും. ഇന്ത്യ മുന്നണിയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളായെന്ന് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. ഇന്ത്യ മുന്നണിക്ക് ഊർജം പകരുന്നതാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം. ദില്ലി, ഗുജറാത്ത്, ഹരിയാന, ഗോവ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ സഖ്യം യാഥാർത്ഥ്യമായി. 7 ലോക്സഭാ മണ്ഡലമുള്ള ദില്ലിയിൽ നൈദില്ലി, സൗത്ത് ദില്ലി, ഈസ്റ്റ് ദില്ലി, വെസ്റ്റ് ദില്ലി എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും. നോർത്ത് ഈസ്റ്റ് ദില്ലി, നോർത്ത് വെസ്റ്റ് ദില്ലി, ചാന്ദ്രി ചൗക്ക് എന്നീ മണ്ഡലങ്ങൾ കോൺഗ്രസിന് നൽകി. 26 മണ്ഡലമുള്ള ഗുജറാത്തിൽ 24 കോൺഗ്രസും 2 AAP മത്സരിക്കും. ഭാവ്നഗർ, ബറൂച്ച് എന്നിവയാണ് AAP മത്സരിക്കുന്ന സീറ്റുകൾ. കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മണ്ഡലമായിരുന്ന ബറൂച്ചിനായി അദ്ദേഹത്തിന്റെ മക്കൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. സഖ്യം പാർട്ടി പ്രവർത്തകർ ഉൾക്കൊള്ളും എന്ന് നേതാക്കൾ പ്രതികരിച്ചു. 10 മണ്ഡലമുള്ള ഹരിയാനയിൽ 9 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ AAP മത്സരിക്കും. കുരുക്ഷേത്രയാണ് AAP സീറ്റ്. ഗോവയിലെ 2 സീറ്റുകളും കോൺഗ്രസിന് നൽകി. 2 സീറ്റുകളിലും നേരത്തെ AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇവരെ പിൻവലിക്കും. ചണ്ഡീഗഡിലെ 1 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. സഖ്യമില്ലെങ്കിലും പഞ്ചാബിൽ ഇന്ത്യ മുന്നണി വിജയിക്കും എന്ന് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. പഞ്ചാബിൽ ഞങ്ങൾ തമ്മിൽ സഖ്യമില്ല, മത്സരമാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. കാരണം കോൺഗ്രസ് പ്രതിപക്ഷത്തും ആം ആദ്മി പാർട്ടി ഭരണപക്ഷത്തുമാണ്. സഖ്യമില്ലെങ്കിലും പഞ്ചാബിൽ ജയിക്കുന്നത് ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും. ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യ ചർച്ചകൾ കോൺഗ്രസ് തുടരുകയാണ്. തകർന്നിടത്ത് നിന്നാണ് ഇന്ത്യ സഖ്യം വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. കോൺഗ്രസ് ആം ആദ്മി സഖ്യം യാഥാർത്ഥ്യമായതോടെ മറ്റു പാർട്ടികളുമായി എത്രയും വേഗം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.